ഒരു കുഞ്ഞു കിളിയെ കിട്ടി വരും വീട്ടിലുള്ളവർ പറഞ്ഞു. എന്നാൽ പിന്നെ ആദ്യം തന്നെ കിളിയെ കാണാമെന്നില്ല. കിളിയെ കാണാൻ വീടിനകത്ത് കയറി ചെന്നപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മേലെ ചെറിയൊരു വർണ്ണപ്പെട്ടിയിൽ ഒരു കുഞ്ഞു കിളി വെച്ചിരിക്കുന്നു. ശരീരത്തിന് കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായില്ല. വീട്ടിലെ പൂച്ച കൊണ്ടുവന്നാണ്. എന്തോ കിട്ടിയ വശം നേരെ വീട്ടിലേക്ക് വന്നുകൊണ്ടും അധികം തട്ടിക്കളിക്കാത്തതുകൊണ്ടും അധികം കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായില്ല. എങ്കിലും അവളുടെ ശരീരം നിറയെ വെള്ളം വീണ് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ തുണി കൊണ്ട് തോർത്തിയതിന് ശേഷം അവളെ ഒരു കുഞ്ഞി പെട്ടിയിലാക്കി പൊതിഞ്ഞ് കുറച്ച് നേരം വെച്ചു. അപ്പോൾ അവൾ ഒരു കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നെങ്കിലും മറ്റേ കണ്ണ് തുറന്നിട്ടുണ്ടായില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ ആദ്യത്തേക്കാളും ഉഷാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവളെ കയ്യിലെടുത്ത് കുറച്ച് നേരം കയ്യിലൊക്കെ വെച്ച് തലോടി. അപ്പോൾ ചേച്ചി പറഞ്ഞു അവൾ ചിലപ്പോൾ വിശക്കുന്നുണ്ടാവും പറഞ്ഞു. എന്നാൽ പിന്നെ വിശപ്പിന് എന്ത് കൊടുക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഐറ്റങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തേനാണല്ലോ. അങ്ങനെ ഞാൻ കടയിൽ പോയി ചെറിയ ബോട്ടിൽ തേൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് വിരലുമ്മലെടുത്തതിന് ശേഷം അതിനെ കാണിച്ചപ്പോൾ അത് ആ കുഞ്ഞു ചുണ്ടിൻ്റെ അകത്തൊന്നും വളരെ മൃദുവായതും വളരെ നേരിയതുമായ നാവ് കൊണ്ട് തേൻ നാക്കി കുടിക്കുന്നു. അപ്പോഴാണ് ഞാൻ കണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൂവിലേക്ക് കൊക്കിറക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ, പക്ഷേ അതിനകത്ത് വളരെ ചെറിയൊരു നാവ് കൂടിയുണ്ടെന്നും തേൻ വലിച്ചുടിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ ആരോഗ്യസ്ഥിതി നല്ല രീതിയിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീടിനകത്ത് കുറച്ച് നേരം വീണ്ടും പറന്ന് നടന്നു. കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും പെട്ടിയിനകത്താക്കി വെച്ച് വീണ്ടും ഒന്നുകൂടി തുറന്നു നോക്കി. അപ്പോൾ ആദ്യത്തേക്കാളും വളരെയധികം ഉഷാറായിട്ടുണ്ടാവും. അങ്ങനെ വീട്ടിലുള്ളവർ പറഞ്ഞു ഇവിടെ വെച്ചാൽ ശരിയാവില്ല, 2 പൂച്ചകളുണ്ട് വീട്ടിൽ, അവരെന്തായാലും അവളെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ മുറ്റത്തേക്ക് കൊണ്ടുപോയി മുറ്റത്തെ ചെടിക്കൂട്ടത്തിൽ വെച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നെങ്കിലും പറന്നു പോകാനുള്ള എന്തോ വൈമുഖ്യം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവളുടേതായ ലോകത്തിലേക്ക് പറഞ്ഞു. അവളും ഹാപ്പി, ഞാൻ